ജിബു ജേക്കബ്. മൂന്നാറിലെ ഏക്കർ കണക്കിന് കാപ്പിത്തോട്ടവും തേയിലത്തോട്ടവും ഒക്കെ ഉണ്ട്. ഹലോ. മനോജ് മുമ്പ് കണ്ടതുപോലെ തന്നെയാ, നല്ല ചുള്ളനാ. എന്താ മനോജ്, മമ്മൂട്ടിക്ക് പഠിക്കുവാണോ? അല്ല, പ്രായം കൂടുന്തോറും ഗ്ലാമറും കൂടുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ് ഒക്കെ വലിയ പണച്ചാക്കളാണെന്ന് അർത്ഥം. വേണ്ട വേണ്ട, മനോജിന്റെ അമ്മായിയപ്പന്റെ ആസ്തിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ ഞങ്ങളൊക്കെ. മനോജെ, നീ ഇവർക്ക് കുടിക്കാൻ ഫ്രഷ് ജ്യൂസ് എടുത്തിട്ട് വാ. കൂട്ടുകാരെ മുമ്പ് വെച്ച് ഭർത്താവിനെ ഇങ്ങനെ അപമാനിച്ച തീരെ ശരിയായില്ല. ഭർത്താവ് ദരിദ്രനാണെങ്കിൽ ഇല്ലാത്ത കേമത്വം ഉണ്ടാക്കി പറഞ്ഞ് മാനം രക്ഷിക്കേണ്ടവള ഭാര്യ. ആ ഭാര്യ തന്നെ ഇങ്ങനെ. എടാ, നോക്കി നിൽക്കാതെ പോയി ജ്യൂസ് എടുത്തിട്ട് വാ. ചെല്ല്. നിങ്ങൾ ഇരിക്കും. വിശേഷങ്ങളൊക്കെ പറ കേക്കട്ടെ. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്? എന്താണ് നോക്കുന്നേ? അല്ല, അമ്മയുടെ ആരാ ജ്യൂസ് ഉണ്ടാക്കാൻ പറഞ്ഞു? ആരും പറയണ്ടല്ലോ. അതിഥികൾ വന്ന അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഇങ്ങെടുക്ക, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. വേണ്ട, ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കാം. പിന്നല്ലാതെ. ജ്യൂസ് കൊടുക്ക്. എനിക്ക് വേണ്ട. ഒരു മാനേഴ്സ് ഇല്ലാത്ത സെർവന്റ്. നിനക്കെന്താ കണ്ണില്ലേ? മനസ്സിലെന്തോ ഒരു അസ്വസ്ഥത പോലെ. ഇനി ചന്ദ്രുവിന് എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടാവോ? ഒന്ന് ഫോൺ വിളിച്ചാലോ? പാതിരാത്രിക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. നാളെ രാവിലെ ചന്ദ്രനെ ഒന്ന് കാണാൻ പോവാം. അതാ നല്ലത്.
കേന്ദ്രത്തിൽ ഒരു സീറ്റ് ഉറപ്പിക്കേ. കുടുംബത്തിൽ വേറെ ഉണ്ടല്ലോ ആളുകൾ. അയ്യടാ, അവന്റെ ഒരു നാണം കണ്ടില്ലേ? നിനക്ക് വേണ്ടിയല്ല. അതെ, ഞാൻ ഏൽപ്പിച്ചിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഉണ്ടച്ചാ, എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യണം. കൃത്യമായി ചെയ്യാം. എടാ, പഞ്ചായത്ത് ഇലക്ഷനാ വരുന്നത്. ജയിലും കേസും ഒക്കെ ആയതുകൊണ്ട് ജഗന് മുന്നിൽ നിർത്തി കളിക്കാൻ പറ്റില്ല. നീ വേണം എല്ലാം നോക്കാൻ. ആ ശരി അച്ഛാ. അതെ, ഇത്രയും ചിരിക്കണ്ട. ഈ ചിരിയുടെ ആവശ്യമില്ല. ഇലക്ഷന് ഞങ്ങൾ ചിരിച്ചോളാം. ആവശ്യമില്ലാത്ത കുറ്റമൊക്കെ ഏറ്റെടുത്ത് ജഗൻ ജയിലിൽ പോയത് സമയദോഷം കൊണ്ടാണ്. അധികം വൈകാതെ ചില പരിഹാര പൂജകൾ ചെയ്യണം. ആ, ജഗന് വേണ്ടി ചേച്ചി എന്ത് പരിഹാര പൂജ വേണോ ചേച്ചി ചെയ്തു. ഇനി തൊട്ട് അവന്റെ മാത്രം സമയമായിരിക്കും. മതി, സംസാരിച്ചോണ്ട് നിന്നാലേ ഫ്ലൈറ്റ് അങ്ങ് പോകും. ഇറങ്ങാൻ നോക്ക്. ആ, എയർപോർട്ട് വരെ ഞാനും കൂടെ വരാം. വേണ്ട, നീ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി.